കെ.പി.സി. ജില്ലാ മണ്ഡല പുനഃസംഘടന തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ ബാധിച്ചുവെന്ന പരാതിയുമായി സ്ഥാനാർത്ഥികൾ. പലയിടത്തുമുണ്ടായ പ്രശ്നം പരിഹരിക്കുന്നതിന് സമയം നഷ്ടമായെന്നാണ് വിമർശനം. സലിം മാലിക് വിവരങ്ങൾ വച്ചിരുന്നു. സലിം, അതിനു മുമ്പ് തന്നെ ഏകദേശം പരിഹരിക്കപ്പെട്ടു എന്നൊരു ധാരണ ഉണ്ടായതാണ്. അങ്ങനെ പരിഹരിക്കപ്പെട്ടില്ല, ആ പ്രശ്നങ്ങൾ തുടർന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും എന്നൊരു വിലയിരുത്തലുണ്ടോ കെ.പി.സി.സിക്ക്? ഹാഷ്മി, ഈ തെരഞ്ഞെടുപ്പ് അവലോകനവുമായി ബന്ധപ്പെട്ട KPCCയുടെ നേതൃയോഗം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അതിനിടയിലാണ് ഈ സ്ഥാനാർത്ഥികൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട വിമർശനം ബ്ലോക്ക് മണ്ഡലം പുനഃസംഘടനകൾ തെരഞ്ഞെടുപ്പിനെ കാര്യമായി ബാധിച്ചു എന്നുള്ളതാണ്. അത് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായിരുന്നു ഈ ബ്ലോക്ക് മണ്ഡലം പുനഃസംഘടനകൾ. മാത്രമല്ല, തെരഞ്ഞെടുപ്പിൻ്റെ ഈ സമീപ കാലയളവിലായിരുന്നു ഈ നിലവിലുള്ള KPCC സെക്രട്ടറിമാരെയും ഭാരവാഹികളെയും അതേപോലെ തന്നെ പുനർനിയമിച്ചതായ ഒരു ഉത്തരവും വന്നത്. അത് വലിയ വിമർശനങ്ങൾക്കൊക്കെ ഇടയാക്കിയിരുന്നു. ഇത്തരത്തിലുള്ള പാർട്ടിക്കുള്ളിൽ നടന്ന പുനഃസംഘടന തെരഞ്ഞെടുപ്പിന്റെ തുടക്കഘട്ടത്തിൽ വല്ലാതെ ബാധിച്ചു എന്നുള്ളതാണ് സ്ഥാനാർത്ഥികളുടെ പരാതി. അത് കെ മുരളീധരനും എം കെ രാഘവനും ഉൾപ്പെടെയുള്ളവർ രൂക്ഷമായി തന്നെ അത്തരത്തിലുള്ള പരാതി ഈ നേതൃയോഗത്തിൽ ഉന്നയിക്കുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ജനങ്ങളിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ആദ്യഘട്ടത്തിൽ യഥാർത്ഥത്തിൽ സ്ഥാനാർത്ഥികൾ നേരിട്ട പ്രധാന പ്രശ്നം ഈ പ്രാദേശിക തലത്തിലെയും ബ്ലോക്ക് തലത്തിലെയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതായിരുന്നു. പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട പ്രാദേശിക തലങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. അവരെ അനുനയിപ്പിക്കുക എന്നുള്ള കാര്യത്തിന് വേണ്ടി ആദ്യത്തെ കുറേ ദിവസങ്ങൾ, പ്രചരണത്തിന്റെ ആദ്യ ദിവസങ്ങൾ പോയി. പക്ഷേ പിന്നീട് അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോയി എന്നുള്ളതാണ് സ്ഥാനാർത്ഥികളുടെ വിലയിരുത്തൽ. ഇന്ന് 16 കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ 16 പേർ മത്സരിച്ചതിൽ 13 സ്ഥാനാർത്ഥികളും ഇന്ന് ഈ നേതൃയോഗത്തിലെത്തി. ശശി തരൂർ, അടൂർ പ്രകാശ്, ഹൈബി ഈഡൻ എന്നിവരൊഴികെ മുഴുവൻ സ്ഥാനാർത്ഥികളും നേതൃയോഗത്തിൽ ഇപ്പോഴും പങ്കെടുക്കുകയാണ്. അതിൽ അവർ പങ്കുവയ്ക്കുന്ന ഒരു വിജയപ്രതീക്ഷ, ഈ 13 പേരും വിജയപ്രതീക്ഷ പങ്കുവയ്ക്കുന്നുണ്ട്. വലിയ മത്സരത്തിനിടയിലും ചിലയിടങ്ങളിൽ വലിയ മത്സരം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ചില പ്രശ്നങ്ങളൊക്കെ പ്രാദേശിക തലത്തിലും കാലുവാരലും ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിലയിരുത്തലുകളും വിമർശനങ്ങളും ഈ നേതൃയോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പോഴും കടുത്ത മത്സരം ഉണ്ടായ സ്ഥലങ്ങളിൽ പോലും അവസാന ഘട്ടത്തിൽ വിജയിച്ചു കയറുമെന്ന് സ്ഥാനാർത്ഥികൾ ഓരോരുത്തരും വ്യക്തിപരമായി ഈ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. ഹാഷ്മി. ഓക്കെ, സലിം മാലിക്കാണ്. അവിടെ തെരഞ്ഞെടുപ്പ് അവലോകനം നടക്കുകയാണ്. CPM-ന്റെയും CPI-യുടെ ഒക്കെ ഏതാണ്ട് പൂർത്തിയായി. ഇപ്പോൾ KPCC-യുടെ അവലോകനം. അപ്പോൾ എത്ര സീറ്റുകൾ എന്നതിലേക്ക് ഒരു അവരുടെ ഒരു സ്വയം വിമർശനം, ആലോചന.